പേജ് നമ്പർ 59. പാഠം 1 തറ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? തറ. ഓക്കെ, തറ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കിവിടെ നോക്കാം. ഇതാണ് തറ. ഓക്കെ, ത എങ്ങനെയാണ് ത എഴുതുന്നത്? അതിന് മുൻപായി നമുക്ക് റാ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റാ എഴുതുന്നത് നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എഴുതിയാൽ ഇതാണ് റാ. റാ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ പിന്നെ താ എഴുതുന്നത് വളരെ എളുപ്പമാവും. അപ്പം നോക്കാം, താ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു ഡോട്ട് ഇട്ട് കൊടുത്ത് ആദ്യം റാ എഴുതി, പിന്നെ ഒരു കൊടവയർ കൊടുത്ത് വീണ്ടും ഒരു റാ. ഓക്കെ, ഒന്നും കൂടി നോക്കാം. ഒരു കുത്ത്, റാ എഴുതി, ഒരു ചെറിയ കുടവയർ, വീണ്ടും ഒരു റാ. അപ്പം തായായി. അപ്പോൾ റാ എഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തായും എഴുതാം. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഈ ചിത്രം ആണ് തറ. ഓക്കെ, ഇവിടെ തറ വീണ്ടും എഴുതിയിട്ടുണ്ട്. അതിന് മുൻപായി നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണുന്ന വാക്ക് വീണ്ടും ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. തറ. ഈ കുത്തുകളൊക്കെ നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാം ത ത റ, തറ. അടുത്ത ചെറിയൊരു പദ്യമാണ് ഈ വാക്കുകൾ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ 2 വാക്കുകൾ വെച്ചിട്ടുള്ള പദങ്ങളാണ്. നമുക്ക് വായിക്കാം. ചറപറ ചറപറ മഴ പെയ്യുമ്പോൾ പറപറ പറവകളെല്ലാം തറയിലിരുന്ന് റവയും തിന്ന് അറയിൽ കയറി മുറവിളി കൂട്ടി. വളരെ നല്ലൊരു പദ്യമാണ് കൊടുത്തിട്ടുള്ളത്. 2 വാക്കുകൾ വെച്ചിട്ടുള്ള 2 വാക്കുകൾ വെച്ചിട്ടുള്ള പദങ്ങളാണ് ഇതിൽ മുഴുവനും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ്. വീട് പണിയാൻ കെട്ടിയുണ്ടാക്കുന്നത് എന്ത്? അതെന്താണ്? വീട് പണിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വീട് പണിയാൻ കെട്ടിയുണ്ടാക്കുന്നത് എന്താണ്? തറ. തറയാണ് ഒരു വീടിന് മുഴുവനായും ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീട് പണിയാൻ കെട്ടിയുണ്ടാക്കുന്നത് എന്താണ്? തറ.